നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ ആരോപണം നേരിടുന്ന സഹപ്രവർത്തകൻ സുഗാന്ത് സുരേഷിന്റെ വീട്ടിലുള്ളത് പട്ടിണിയിലായ വളർത്തുമൃഗങ്ങൾ മാത്രമാണ്. ഞെട്ടിപ്പിക്കുന്ന വളരെ വ്യക്തമായ തെളിവുകൾ ഈ യുവതിയുടെ അച്ഛൻ കൈമാറിയിട്ടും 10ാം ദിവസമായിട്ട് പോലും ഇന്ന് വരെയും സുഗാന്തിനെ ഇതുവരെയും പോലീസ് പിടിക്കാത്തത് ഗുരുതര വീഴ്ച തന്നെയാണ്. പ്രധാന മാധ്യമ ചാനലുകളിൽ നിന്നുമൊക്കെ തന്നെ ഈ വാർത്ത ഇപ്പോൾ വലിയ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാത്ത സാഹചര്യത്തിൽ കൂടിയാണോ പോലീസ് ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ തണുപ്പം മട്ട പ്രതികരിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ ചോദിക്കുന്ന ചോദ്യം. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് കയ്യിൽ കിട്ടുമോ ആ നിമിഷം തന്നെ DGP നേരിൽ കണ്ട പരാതി നൽകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. ഒരച്ഛൻ കാണാൻ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മനസ്സിനെ കല്ലാക്കിക്കൊണ്ട് അച്ഛൻ ഒരു നിയമ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ നിയമ സംവിധാനത്തെ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് പോരാട്ടത്തിനായി ഇറങ്ങുന്നത്. അപ്പോഴും ഈ 10 ദിവസം പിന്നിടുമ്പോഴും 3 പേർ സുഗാന്തും സുഗാന്തിന്റെ അമ്മയും അച്ഛനും ഒളിത്താവളത്തിൽ ഒളിഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും ദിവസം പോലീസിനെ പറ്റിച്ച് ഒളിച്ചു താമസിക്കാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് ഇവർ പിടിയിൽപ്പെടാതിരുന്നത്? എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആ മലപ്പുറത്തെ വീട്ടിൽ ഇത്തരത്തിൽ പട്ടിണിയിലായ വളർത്തുമൃഗങ്ങൾ മാത്രമാണുള്ളത്. ഇവരെ കൂടി ശാപം എങ്ങനെയാണ് സുഗാന്തിന് ഏൽക്കാതിരിക്കുക? ആത്മഹത്യാ വാർത്ത പുറത്തു വന്ന ശേഷം സുഗാന്തും മാതാപിതാക്കളും എവിടെയെന്നാണ് വ്യക്തമില്ലാത്ത വാർത്ത. എടപ്പാളിന് സമീപം ശുഗപുരത്തെ പെട്രോൾ പമ്പിനടുത്താണ് സുഗാന്ത് സുരേഷിന്റെ വീട്. വിശാലമായ പുരയിടത്തിലേക്കുള്ള ഗേറ്റ് പൂട്ടിയ നിലയിലാണ്. ആത്മഹത്യാ വാർത്തയ്ക്ക് ശേഷം ഗേറ്റ് തുറന്നിട്ടില്ല എന്ന് അയൽവാസികൾ പറയുന്നു. അയൽവാസികളുമായി കാര്യമായ അടുപ്പമോ സൗഹൃദമോ പുലർത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എവിടേക്കാവാം ഇവർ പോയിട്ടുണ്ടാവുക എന്നതിനെക്കുറിച്ച് ആർക്കും ധാരണകളൊന്നും തന്നെ ഇല്ല. സുഗാന്തിന്റെ പിതാവ് ഏറെക്കാലം വിദേശത്തായിരുന്നു. അമ്മ ടീച്ചറായിരുന്നു. സുഗാന്ത് ഏക മകനാണ്. മികച്ച സാമ്പത്തിക നിലയിലുള്ള കുടുംബത്തിന്റെ വിവിധ ഇടങ്ങളിലായി ഭൂമിയും മറ്റും സ്വന്തമായി തന്നെ ഉണ്ട്. അയൽവാസികളാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചത്. സുഗാന്തിന്റെ പിതാവ് ഇടക്കാലത്ത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും നടത്തിയിരുന്നു. വീട്ടുവളപ്പിൽ നിന്ന് പശുക്കളുടെ വലിയ കരച്ചിൽ കേട്ട് അവയ്ക്ക് തീറ്റ കൊടുക്കാൻ അയൽവാസികൾ ശ്രമിച്ചുവെങ്കിലും മതിലിനുള്ളിൽ കയറാൻ കഴിഞ്ഞിരുന്നില്ല. തൊഴുത്തിൽ 8 പശുക്കളാണ് ഉള്ളത്. റോഡ് വീലർ ഇനത്തിൽപ്പെട്ട വളർത്തുനായയുമുണ്ട്. മാത്രമല്ല ഒരു ചെറിയ കൂട് നിറയെ കോഴികൾ എന്നിവയും വീട്ടുവളപ്പിലുണ്ട്. പുരയിടത്തിന്റെ അതിരിലെ ഇടുക്ക് വഴിയിലൂടെ കടന്നുകയറി അയൽവാസികളായ അലി, ഇബ്രാഹിം, ഷാഫി തുടങ്ങിയവർ പശുക്കൾക്ക് വൈക്കോലും വെള്ളവും നായകൾക്ക് ചോറും മറ്റും നൽകി. എന്നാൽ പോലീസ് എത്തി വീട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചതോടുകൂടി അയൽവാസികൾ ആശങ്കയിലുമായി. വലിയ അടുപ്പമൊന്നുമില്ലാത്ത കുടുംബത്തെക്കുറിച്ച് ഒന്നും പറയാൻ തൽക്കാലം അയൽവാസികൾക്ക് കഴിഞ്ഞില്ല. ഭക്ഷണവും വെള്ളവും കിട്ടാത്ത വളർത്തുമൃഗങ്ങൾ ചത്തൊടുങ്ങുമെന്ന ആശങ്കയോടുകൂടിയാണ് ഗ്രാമപഞ്ചായത്ത് അംഗം ES സുകുമാരനെ അറിയിക്കുകയും ചെയ്തത്. അദ്ദേഹം എത്തി നായയ്ക്ക് തീറ്റയും പശുക്കൾക്ക് കാലിത്തീറ്റയും മറ്റ് സാധനങ്ങളും വാങ്ങി നൽകി. ഈ മിണ്ടാപ്രാണികളുടെ ശാപം കൂടി ഇനി ആ സുഗാന്തിനുണ്ടാകും. ഓടിയാൽ മുഴിക്കില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഒരുപക്ഷെ അത് അങ്ങനെ തന്നെയായിരിക്കാം. ഈ യുവതി ഏതായാലും തന്റെ ഇഷ്ടത്തിനാണ് ഈ യുവാവിനോടൊപ്പം പോയത്. പക്ഷെ അപ്പോഴും ഒരച്ഛൻ ഒരിക്കലും കാണാനോ കേൾക്കാനോ പാടില്ലാത്ത റിപ്പോർട്ടുകളാണ് ആ പെൺകുട്ടിയുടെ ബാഗിൽ നിന്നും ലഭിച്ചത്. ഒരച്ഛൻ ഇത്രയും ശക്തമായി പോലീസിന് മുൻപാകെ തന്റെ മകൾ അനുഭവിച്ച ഓരോ വേദനയും എണ്ണി പറഞ്ഞുകൊണ്ട് തെളിവുകൾ കൈമാറിയിട്ടും എന്തുകൊണ്ട് സുഗാന്തിനെ ഇതുവരെയും പോലീസിന് പിടിക്കാൻ കഴിയുന്നില്ല? 10 ദിവസം പിന്നിടുമ്പോഴും പോലീസ് കാണിക്കുന്ന ഈ ഒരു മരവിപ്പ് അല്ലെങ്കിൽ ഈ ഒരു തണുപ്പൻ മട്ട് എന്തുകൊണ്ട്? IB ഉദ്യോഗസ്ഥയെ കാമുകനായ സുഗാന്ത് ചൂഷണം ചെയ്തതിന് കൂടുതൽ തെളിവുകളുമുണ്ട്. കഴിഞ്ഞ വർഷം ആശുപത്രിയിൽ ഗർഭചിത്രം നടത്തിയതിന്റെ രേഖകൾ ഉൾപ്പെടെയാണ് കുടുംബം കൈമാറിയത്. എന്നിട്ടും സുഗാന്തിനെതിരെ കേസെടുക്കാൻ പേട്ട പോലീസ് തയ്യാറായിട്ടില്ല. യുവതി മരിച്ച് 10 ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണം തുടരുകയാണ് എന്ന മറുപടി മാത്രമാണ് പോലീസിൽ നിന്നും ലഭിക്കുന്നത്. സുഗാന്ത് ഇപ്പോഴും ഒളിവിലാണ്. സുഗാന്തിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. വിമാനത്താവളങ്ങൾ വഴി രാജ്യം വിടുന്നതും തടയാനാണ് നടപടി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉടൻ കുടുംബത്തിന് ലഭിക്കും. ഇതിനുശേഷം DGP നേരിൽ കണ്ട പരാതി അടക്കമുള്ള തുടർ നടപടി കൊടുക്കുമെന്നും ആലോചിക്കുന്നുണ്ട്. ഒരു കൂട്ടുകാരിക്കൊപ്പമാണ് ആശുപത്രിയിലെത്തി ഈ ഗർഭചിത്രം നടത്തിയത് എന്നാണ് പോലീസ് കണ്ടെത്തിയത്. ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ ആശുപത്രിയിൽ പണം നൽകിയതിന്റെ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് കുടുംബം വിവരം പോലീസിൽ കൈമാറിയത്. ഗർഭചിത്രം നടത്തിയിരുന്നുവെന്ന് കുടുംബം അറിയുന്നതും അപ്പോൾ മാത്രമാണ്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു സുഹൃത്തിനൊപ്പം യുവതി ആശുപത്രിയിലെത്തിയ വിവരം സ്ഥിരീകരിച്ചത്. യുവതിയുടെ ബാഗിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട
മരുന്നിന്റെ കുറിപ്പടിയും ലഭിച്ചിരുന്നു. സുഗാന്ത് യുവതിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നും മകളിൽ നിന്നും പണം തട്ടിയെടുത്തുവെന്നും പിതാവ് മധുസൂദനൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഗർഭചിത്രം നടത്തുന്നതിന് ഏറെ നടപടിക്രമങ്ങളാണ് ഉള്ളത്. ഈ നടപടിക്രമങ്ങൾ ആശുപത്രി പാലിച്ചിരുന്നോ എന്നതും ഉയരുന്ന ചോദ്യമാണ്. ഇനിയും സുഗാന്തിനെതിരെ IBയും നടപടിയെടുത്തിട്ടില്ല. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥരാണ് രേഖകളിൽ ഇപ്പോഴും സുഗാന്തും ഈ പെൺകുട്ടിയും തമ്മിലുള്ള അടുപ്പം അറിഞ്ഞ മാതാപിതാക്കൾ വിവാഹം നടത്താൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരുന്നു. സുഗാന്തിന്റെ കുടുംബവുമായി സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഓരോ കാരണം പറഞ്ഞ് സുഗാന്ത് ഒഴിഞ്ഞു മാറുകയായിരുന്നുവെന്നും സുഗാന്തിന്റെ പിതാവിന്റെ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് നീട്ടിക്കൊണ്ടു പോകുന്നത്. ഇതോടെ എന്തെങ്കിലും തീരുമാനമാകുന്നതുവരെ ബന്ധം തുടരുന്നതിനെ യുവതിയുടെ മാതാപിതാക്കൾ വിലക്കിയിരുന്നു. കുറച്ചുകൂടി സമയം വേണമെന്നാണ് യുവതി മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇതിനിടെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണതാകാം യുവതിയെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് കരുതുന്നത്. മരണ ദിവസം രാവിലെയും യുവതി അമ്മയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉള്ളതായി യുവതി പറഞ്ഞിരുന്നില്ല. സുഗാന്തിന് വേറെയും ബന്ധങ്ങളുണ്ടായിരുന്നു. കുംഭമേളയ്ക്ക് പോയി നോർത്ത് ഈസ്റ്റിലെ യുവതിയെ പീഡിപ്പിച്ചു എന്ന വാർത്തയും ഇതിനെതിരെ വന്നു. തിരുവനന്തപുരത്തുകാരിയായ മറ്റൊരു പെൺകുട്ടിയെ പ്രണയചതിയിൽ വീഴ്ത്തി പണവും മാനവും കവർന്നു എന്ന വാർത്തയും വരുന്നുണ്ട്. ഇതെല്ലാം കൂടി വായിക്കുമ്പോൾ സുഗാന്ത് ഒരു സൈക്കോ ആണെന്നാണ് പലരും പറയുന്നത്. മകൾക്ക് സമ്മാനിച്ച കാറ് കൊച്ചി ടോൾ പ്ലാസ കടന്ന മെസ്സേജ് വന്നപ്പോഴാണ് സഹപ്രവർത്തകരുമായുള്ള ബന്ധം പത്തനംതിട്ടയിലെ കുടുംബം അറിയുന്നത്. +1 കാലത്ത് തുടങ്ങിയ പരിശീലനമാണ് മകളെ IB ഉദ്യോഗസ്ഥയാക്കിയത് എന്നും അച്ഛൻ പറയുന്നു. ആ സമയത്ത് യാത്രകൾ വിലക്കിയിട്ടുണ്ട്, ചോദ്യം ചെയ്തിട്ടുണ്ട്. ജോലി കിട്ടിയതിന് പിന്നാലെ വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥർ തന്നെ ജോലിക്കാര്യം പുറത്തു പറയരുത് എന്നും വീട്ടുകാർ പോലും ജോലിക്കാര്യങ്ങൾ ചോദിക്കരുത് എന്നും പറഞ്ഞിരുന്നുവെന്നും അച്ഛൻ പറയുന്നു. യുവതിയെ മാർച്ച് 24-നാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ രാവിലെ വിമാനത്താവളത്തിൽ നിന്നിറങ്ങിയ യുവതി തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനത എക്സ്പ്രസിന് മുന്നിലാണ് ചാടി ആത്മഹത്യ ചെയ്തത്. ജീവനൊടുക്കുന്നതിന് തൊട്ടു മുൻപ് പാളത്തിലൂടെ നടക്കുമ്പോൾ 4 തവണയാണ് യുവതിയും സുഗാന്തുമായി സംസാരിച്ചതെന്ന് പോലീസ് പറയുന്നു. ഫോൺ രേഖകൾ പരിശോധിക്കുമ്പോൾ 8 സെക്കൻഡ് വീതം മാത്രമാണ് ഈ വിളികൾ നീണ്ടുനിന്നത്. ഈ ഫോൺ വിളികൾ എന്തിനായിരുന്നുവെന്നും എന്തായിരുന്നു ലക്ഷ്യമെന്നുമാണ് കണ്ടെത്തേണ്ടത്. പലതവണ സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയിട്ടുണ്ട്. അപൂർവമായി മാത്രമാണ് തിരികെ സുഗാന്തിന്റെ അക്കൗണ്ടിൽ നിന്നും പണം ഈടാക്കിയിട്ടുള്ളത്. സുഗാന്തിനെ കാണാൻ പലവട്ടം യുവതി കൊച്ചിയിലേക്ക് പോയിരുന്നു. സുഗാന്ത് പലവട്ടം തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. എന്നാൽ യാത്രാ ചെലവുകൾ വഹിച്ചിരുന്നതും യുവതിയായിരുന്നു. പത്തനംതിട്ടക്കാരിയുടെ മരണത്തിലേക്ക് നയിച്ചത് സുഗാന്തിന്റെ ഒഴിവുകാലമായിരുന്നു. സാമ്പത്തികമായി സുഗാന്ത് യുവതിയെ ചൂഷണം ചെയ്തതും ഇങ്ങനെ തന്നെ. ഇതിനൊപ്പം ലൈംഗികമായും പീഡിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഇക്കാര്യം തെളിയിക്കുന്ന മെഡിക്കൽ രേഖകളാണ് കഴിഞ്ഞ ദിവസം അച്ഛന് ലഭിച്ചത്. തിരുവനന്തപുരത്തുകാരിയായ മറ്റൊരു യുവതിയെയും പ്രണയിച്ച ചതിയിൽ സുഗാന്ത് വീഴ്ത്തിയിരുന്നു. ഇതിനിടെയാണ് കുംഭമേളയ്ക്ക് പോയ സുഗാന്ത് അവിടെയും പീഡകറോള് അണിഞ്ഞിരുന്നു എന്നാണ് വിവരം. എന്തായാലും സുഗാന്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടില്ലെന്നാണ് സൂചനകൾ. എല്ലാം വിശദമായി വിലയിരുത്തിയ ശേഷമാകും കേസ് ഉണ്ടാവുക. അവധിയെടുത്തു പോയ സുഗാന്ത് നിലവിൽ ജോലിക്ക് പോകുന്നില്ലെന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും എന്തുകൊണ്ട് സുഗാന്തിനെ ഇതുവരെയും പിടികൂടിയിട്ടില്ല എന്നത് വളരെ നിർണായകമായ ചോദ്യമാണ്.